ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയാം, ഇന്നൊരു ബിരിയാണിയാണ് കേട്ടോ. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി ഒന്നല്ല, ഇന്നൊരു വെറൈറ്റി ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം. എന്താ വെച്ചാൽ നമ്മൾ എല്ലാ ബിരിയാണീനെയും കടത്തി വിട്ടും, അത്ര ടേസ്റ്റാണ് കേട്ടോ ഫിഷ് ബിരിയാണി. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കാര്യമായിട്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും പറയുന്നില്ല, ജസ്റ്റ് അത് ഉണ്ടാക്കിയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മീൻ എടുത്ത് വറുത്തു. അത് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തില്ല, ഒരു ഹാഫ് കുക്ക്ഡായിട്ടാണ് എടുത്തേക്കണേ. അത് കഴിഞ്ഞിട്ട് അതിനുള്ള ഗ്രേവി ഉണ്ടാക്കണം. അതിന് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും കൂടി എടുത്ത് അത് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അരിയൊക്കെ കുതിർത്താനിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ അരി കുതിർത്താനിടാറുണ്ട് കേട്ടോ. എന്നിട്ട് സെപ്പറേറ്റ് ആണ് ചെയ്യണം, എന്നിട്ടാണ് മിക്സ് ചെയ്യണേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ബിരിയാണി. ഫിഷ് ബിരിയാണി അതിന് മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെയുണ്ട്, പിന്നെ ഒരു അവസരം വന്നപ്പോൾ പിന്നെ ചെയ്യണത്. ഇപ്പോൾ ഇതിൻ്റെ മസാല സിമ്പിളായിട്ടുള്ള മസാലകൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ഓവറായിട്ടുള്ള മസാലകളും ഇതിൽ കയറിയിട്ടില്ല. പക്ഷേ നല്ല രുചിയാണ്, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്ര രുചിയാണ് കേട്ടോ ഫിഷ് ബിരിയാണിയുടെ. അതിൻ്റെ മസാലയിൽ ഞാൻ ഈ ചുവന്നുള്ളിയും ഇത്തിരി ഇഞ്ചിയൊക്കെ കൂടി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വറക്കണയിൽ. ഒപ്പം തന്നെ ഞാൻ കശുവണ്ടി പരിപ്പൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നമ്മുടെ ബിരിയാണിക്കുള്ളത്. ഇത് രണ്ടും ചെയ്യണതിന് ഒത്തിരി നേരമൊന്നും വേണ്ട കേട്ടോ. ഇത് രണ്ടും ഓൺ സ്പോട്ടിൽ തന്നെ രണ്ടും ആവും, ടൈമൊന്നും അധികം സ്പെൻഡ് ചെയ്യണ്ട. എന്തൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്, അടുക്കള മുഴുവൻ നല്ല സ്മെല്ലായിരിക്കും. എനിക്കിപ്പോൾ തന്നെ അത് പറയുമ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ നല്ല ആ സ്മെല്ലൊക്കെ ഇങ്ങോട്ട് വരണം, അത്ര രുചിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ബിരിയാണിക്ക് ഞാൻ എടുക്കണത് അതായത് ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം, ആ കണക്കിനാണ് കേട്ടോ ഞാൻ എടുക്കണേ. അപ്പോൾ കറക്റ്റായിരിക്കും, നമുക്ക് കൂടുതലൊന്നും വരില്ല, അത് കൃത്യമായിട്ട് വരും. ഞാൻ പിന്നെ ഉരുളിയിൽ തന്നെയാണ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാറ്. വലിയ ഉരുളിയുണ്ട്, അപ്പോൾ അതിലാണ് ബിരിയാണി ഇതുവരെ അങ്ങനെയാണ് ചെയ്തേക്കണേ. അല്ലാണ്ട് വേവിച്ച് കൂടുതൽ വെള്ളത്തിലെടുത്തിട്ട് പിന്നെ വാർത്ത അങ്ങനെ ചെയ്യണില്ല കേട്ടോ. കറക്റ്റ് വെള്ളത്തിൽ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഒന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, അത്ര രുചിയാണ് കേട്ടോ. ഇത് ആദ്യം തന്നെ ശരിക്കും അത് മൂത്തിട്ട് എത്രത്തോളം നമ്മൾ അടുപ്പിലിരുന്ന് അത് കുക്കായി വരണോ അതിൻ്റേതനുസരിച്ച് ഇതിൻ്റെ രുചിയും വ്യത്യാസപ്പെടും കേട്ടോ. ഈ മസാലകളൊക്കെ സാധാ നമ്മുടെ കോമൺ ആയിട്ടുള്ള മസാലകൾ തന്നെയാണ് കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടിത് ശരിക്കും അത് നന്നായിട്ട് ആ മസാല ശരിക്കും വേവണതിൻ്റെ അനുസരിച്ചാണ് കേട്ടോ അതിൻ്റെ രുചിയും ആ ഇതും വരണേ. രുചി കൂട്ടാനുള്ള ഏറ്റവും വലിയ ടിപ്പ് തന്നെ പറയുന്നത് മസാല നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് മസാല നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ ആ ചൂടുവെള്ളത്തിൽ ആ മസാലയില്ലേ ശരിക്കും വേവണം. വേവക്കാൻ തന്നെ അത് ശരിക്കും നമ്മൾ എത്രത്തോളം കുക്ക് ചെയ്ത് അതിലിരിക്കണോ, അതായത് അടുപ്പിൽ കിടന്ന് ഇങ്ങനെ വേവില്ലേ, ആ വേവണോ അത്രത്തോളം അതിൻ്റെ രുചി കൂടും കേട്ടോ. പിന്നെ ശരിയായിട്ട് അരി പാകം ചെയ്യുമ്പോൾ അത് കൃത്യമായിട്ട് വെള്ളത്തിൽ കൃത്യമായിട്ട് വന്നാലും നല്ല ടേസ്റ്റ് വരും രണ്ടിനും. ഈ എടുക്കണതിന് ഞാൻ വെള്ളം എടുക്കുമ്പോൾ അതിൽ ഈ കറുകപ്പട്ട, ഗ്രാമ്പു, പിന്നെ ബേ ലീഫൊക്കെ ഇല്ലേ അത് ഇടും, നെയ്യ് ഒഴിക്കും കേട്ടോ, ഏലക്കായും ഇടിച്ചിടും, പിന്നെ ഉപ്പ് ആവശ്യത്തിന് എടുക്കും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഓവറായിട്ട് പിന്നെ സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മളധികം ഇടുന്നില്ല കേട്ടോ. അങ്ങനെ ഇത് വെള്ളം ആ പറഞ്ഞ പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് നമ്മളത് ശരിക്കും തിളപ്പിക്കും. അതിന് ശേഷമാണ് കേട്ടോ അരി ഇടണേ. കണ്ടോ മസാല ശരിക്കും കുക്കായിട്ടുണ്ട്, അതിൻ്റെ കളറൊക്കെ ശരിക്കും കണ്ടോ, നല്ല ചുവന്ന കളറായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം എടുക്കുമ്പോഴും പച്ചവെള്ളത്തിന് പകരം ചൂടുവെള്ളം തന്നെ എടുക്കണം. ആ ചൂടുവെള്ളം നന്നായിട്ട് വേവുകയും ചെയ്യണം. ചൂടുവെള്ളം ഈ മസാല കിടന്ന വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേവണം. എന്നിട്ട് നമ്മൾ ഫിഷ് ഇടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഈ വെള്ളം നന്നായിട്ട് വേവിച്ചിട്ട് ഈ മസാലയൊക്കെ അതിൽ കിടന്നിട്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഈ വേപ്പിലയുടെ കൂടെ തന്നെ മല്ലിയില ഇടുന്നതും നല്ല രുചി വരും കേട്ടോ. ഈ ബിരിയാണിക്കും നല്ല എന്തിനും ഒരു മല്ലിയില കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക രുചി വരും. അതും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. മല്ലിയിലയുടെ പുതിനയുടെ ഒക്കെ സ്മെല്ല്
കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഒരു ഒരു പ്രത്യേക രുചി അങ്ങോട്ട് കയറും അതിൽ. അത് നമുക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും എല്ലാവർക്കും. നല്ല സ്മെല്ല് വന്നിട്ട് ഇപ്പോൾ തന്നെ ആ മസാലയ്ക്ക് കണ്ട നന്നായിട്ടത് വെന്ത് പാകമായിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ ഫിഷ് ഇടുന്നത്. ഇപ്പോൾ ഫിഷ് ഇടുമ്പോൾ തന്നെ അത് ഇപ്പോൾ തന്നെ സോഫ്റ്റാണ്. പിന്നെ ഇതിൽ കടന്ന് കുറച്ച് അതിൻ്റെ ഗ്രേവിയും കൂടി ഇതിൽ കയറുമ്പോൾ നല്ല സോഫ്റ്റ് ആവും കേട്ടോ മീൻ. നല്ല രുചിയും കിട്ടും കേട്ടോ. അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം. ഫിഷ് ബിരിയാണി കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ബിരിയാണി എനിക്കിഷ്ടമായതും ഫിഷ് ബിരിയാണി തന്നെയാണ് കേട്ടോ. അത്ര രുചിയാണ് ഇതിന്. അതിരിക്കും വളരെയധികം ഇഷ്ടമായിട്ട് അത്ര കണ്ട് അവനും ഇഷ്ടമായി. ഒത്തിരി കഴിക്കുകയും ചെയ്തു കേട്ടോ. അവന് ബിരിയാണി ഇഷ്ടമായി. ഫിഷ് മസാലയുടെ ഇത് ഞാൻ ദം ചെയ്യണില്ല കേട്ടോ. എന്താ വെച്ചാൽ അതിൽ കഴിക്കാനായിട്ട് അവനിപ്പോൾ എരിവ് കൂടുതലാണെന്ന് കഴിക്കില്ല. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണേ. ഇത് ഉണ്ടാക്കിയതിന് ശേഷം നമ്മളിപ്പോൾ അവിടെ അരി ശരിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട്. അത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിൽ സിമ്മിലാണ് ഇട്ടേക്കണേ. അപ്പോൾ അതിനനുസരിച്ച് അത് വേവട്ടെ കേട്ടോ. ഇതിപ്പോൾ കുക്കാവുണ്ട്. നമ്മൾ സിമ്മിൽ തന്നെയാണ് ഇത് ഇട്ടേക്കണേ. നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ ഇതിൽ കയറി പിടിക്കട്ടെ കേട്ടോ. മീൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിൽ കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ടിട്ട് അത് മൂടി വയ്ക്കാം. അപ്പോൾ ആ സ്മെല്ലും കൂടി ഇതിലൊക്കെ നന്നായിട്ട് പിടിക്കും. നല്ലൊരു രുചി വരും കേട്ടോ. ഈ സിമ്മിലായിട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മണം ഇതിൻ്റെ ഭയങ്കര ഹൈലൈറ്റാണ് കേട്ടോ. അത്ര കണ്ട് നല്ല സ്മെല്ലാണ് കേട്ടോ വരണേ. നമ്മളെ മസാല ഫിഷ് ബിരിയാണിക്കുള്ള മസാല ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ബിരിയാണിയുടെ അരിയും പാകമായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഇട്ടിട്ട് മല്ലിയിലിട്ടു ഇത് അടച്ചു വെച്ചു. പിന്നെ ഇനി നമ്മൾ ഡെക്കറേഷൻ മറ്റേ റൈസിലേക്കുള്ളത് നമ്മൾ കശുവണ്ടിപ്പരിപ്പും മുന്തിരി ഇടാറില്ല കേട്ടോ അധികം. ഞങ്ങൾ മുന്തിരി ഇടുമ്പോഴും അധികം കഴിക്കാനായിട്ട് അവന് വലിയ താല്പര്യം കാണിക്കില്ല. അപ്പോൾ മുന്തിരി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ കശുവണ്ടിപ്പരിപ്പും സവാള വാട്ടിയത് കൊണ്ടിടണേ. സവാള നന്നായിട്ട് മുരിഞ്ഞതും പിന്നെ നമ്മുടെ മല്ലിയിലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരി റെഡി ആയിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്ത് ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നല്ല സ്മെല്ലാണ് കേട്ടോ വരണതിൽ. അപ്പോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത്ര രുചിയാണ്. നല്ല രുചിയാണ്. നല്ല എളുപ്പമാണ് ചെയ്യാനും. കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ ബിരിയാണിയേക്കാളും നല്ലതാണ് ഇത്. ഇതുവരെ കഴിച്ചതിൽ ഇത് തന്നെയാണ് നല്ലതെന്ന് ബെറ്റർ എന്ന് പറയാം. ബെറ്റർ എന്നല്ല, ദ ബെസ്റ്റ് എന്ന് പറയാം. അത്ര രുചിയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ഫിഷ് അതിൻ്റെ മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെപ്പറേറ്റ് തന്നെയാണ് തീർക്കണം. ദമ്മിടുന്നില്ല. അപ്പോൾ നമ്മൾ അതിൽ മസാലയും കൂടി വെച്ചിട്ടുണ്ട്. കണ്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെട്ട അഭിപ്രായം പറയാം. എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായം പറയണേ. അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ പറയണേ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും താങ്ക് യു.